ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്ക് അരീന. IPLന്റെ മിനി ഓപ്ഷൻ നാളെയാണ് നടക്കുക. നാളെ ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 2:30 അബുദാബിയിൽ വെച്ചുകൊണ്ടാണ് ഈ ഓപ്ഷൻ നടക്കുക. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് നമുക്കിത് ലൈവ് ആയിക്കൊണ്ട് കാണാൻ സാധിക്കുക. ഏതായാലും ഈ മിനി ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കൽപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാളാണ് പ്രശാന്ത് വീർ. ഉത്തർപ്രദേശ് താരമായ പ്രശാന്ത് വീർ ഓൾറൗണ്ടറാണ്. സെറ്റ് 7ലാണ് ഇദ്ദേഹം ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ അടിസ്ഥാന വിലയായിക്കൊണ്ട് 30 ലക്ഷം രൂപയാണ് ഇപ്പോൾ വരുന്നത്. നല്ല പവർ ഹിറ്ററാണ്. അതോടൊപ്പം നല്ല ഒരു ലെഫ്റ്റ് ആം സ്പിന്നർ കൂടിയാണ് ഇദ്ദേഹം. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ സമീപകാലത്ത് മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ടാണ് പല ഫ്രാഞ്ചൈസികളും ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 112 റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 169 അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ആയിക്കൊണ്ട് വരുന്നത്. കൂടാതെ 9 വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ ബാറ്റ് കൊണ്ടും ബൗൾ കൊണ്ടും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു താരമാണ് പ്രശാന്ത് വീർ. 20 വയസ്സുള്ള ഈ താരം ഉത്തർപ്രദേശ് T20 ലീഗിലെ എമർജിംഗ് പ്ലെയർക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട്. നോയിഡ സൂപ്പർ കിങ്സിന് വേണ്ടിയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. 10 മത്സരങ്ങളിൽ നിന്ന് 320 റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. 3 അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം നേടിയിരുന്നു. കൂടാതെ 8 വിക്കറ്റുകളും അവിടെ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ടീമായ നോയിഡ സൂപ്പർ കിങ്സിന് വലിയൊരു മികവൊന്നും പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പ്രശാന്ത് വീറിന്റെ ആ ഒരു പ്രകടനം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. കൂടാതെ അണ്ടർ 23 സ്റ്റേറ്റ് എ ട്രോഫിയിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും പ്രശാന്ത് വീർ തന്നെയാണ്. ഉത്തർപ്രദേശിന് വേണ്ടി കളിച്ച ഈ താരം മികച്ച പ്രകടനമാണ് നടത്തിയത്. ഉത്തർപ്രദേശ് ആവട്ടെ ഫൈനലിൽ തമിഴ്നാടിനോട് പരാജയപ്പെടുകയും ചെയ്തു. 7 മത്സരങ്ങളിൽ നിന്ന് 376 റൺസാണ് ഇദ്ദേഹം സ്വന്തമാക്കിയത്. 4 അർദ്ധ സെഞ്ചുറികൾ നേടിയിട്ടുണ്ട്. കൂടാതെ 18 വിക്കറ്റുകളും ഇദ്ദേഹം വീഴ്ത്തിയിരുന്നു. അങ്ങനെ മാസ്മരിക പ്രകടനമാണ് പ്രശാന്ത് വീർ നടത്തിയിട്ടുള്ളത്. ധോണിക്കൊപ്പം ചെന്നൈ സൂപ്പർ കിങ്സിൽ കളിക്കാനാണ് തന്റെ ആഗ്രഹമെന്ന് ഇദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആര് സ്വന്തമാക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഒട്ടുമിക്ക ഫ്രാഞ്ചൈസികളും അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കാൻ സാധ്യതയുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് പ്രശാന്ത് വീറിനെ കൊണ്ടുവരുമോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസി അദ്ദേഹത്തെ സ്വന്തമാക്കുമോ എന്നുള്ളതൊക്കെ നാളത്തോടു കൂടി നമുക്ക് വ്യക്തമാകും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.